ഇലക്ഷനൊക്കെ അടുത്തിരിക്കെ വോട്ട് മറിക്കാൻ കുടുംബശ്രീ ചേച്ചിമാരെയൊക്കെ വിളിച്ചുകൂട്ടി ഇഷ്ടം പോലെ വായ്പകൾ വാരിക്കോരി തരാമെന്നൊക്കെ വാഗ്ദാനം ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പിടിച്ചത് വമ്പൻ പുലിവാല്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി UDF ആണ് മുൻ മന്ത്രി കൂടിയായ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി വായ്പ വാഗ്ദാനം ചെയ്യുകയും KDISC എന്ന സർക്കാർ പദ്ധതി വഴി കൺസൾട്ടുമാരെ നിയോഗിച്ച് തൊഴിൽ വാഗ്ദാനം ചെയ്തും വോട്ട് തേടുന്നു എന്ന പരാതികളാണ് ഇപ്പോൾ UDF ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതിയിന്മേൽ ഇപ്പോൾ ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇതോടെ 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് തോമസ് ഐസക്കിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്ത് പ്രചാരണം നടത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമെന്നും ജില്ലാ കളക്ടർ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. KDISC പദ്ധതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയതാണെന്നും അതിന്റെ ഉപദേഷ്ടാവ് മാത്രമാണ് താനെന്നുമാണ് തോമസ് ഐസക് പറഞ്ഞ് വിശദീകരിക്കുന്നത്. അതേസമയം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും മാർഗനിർദ്ദേശത്തിന് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിവിധ സ്ക്വാഡുകളടക്കം രംഗത്തുള്ളപ്പോഴാണ് തോമസ് ഐസക് ഇങ്ങനൊരു പണിയും ഒപ്പിച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകരോ പൊതുപ്രവർത്തനവുമായി ബന്ധമില്ലാത്തതും സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളിൽ വിമർശിക്കരുത്. വിലയിരുത്തിയിട്ടില്ലാത്ത ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടികളെയോ പ്രവർത്തകരെയോ വിമർശിക്കരുത്. യോഗങ്ങളുടെ വേദി, സമയം എന്നിവ പ്രാദേശിക പോലീസിനെ അറിയിക്കുകയും ആവശ്യമായ അനുമതികൾ മുൻകൂട്ടി നേടുകയും ചെയ്യണം. ക്ഷേത്രം, പള്ളികൾ തുടങ്ങിയവയോ മറ്റ് ആരാധനാലയങ്ങളോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനു വേണ്ടി ഉപയോഗിക്കരുത്. വോട്ട് ഉറപ്പാക്കുന്നതിനായി ജാതിയോ വർഗീയ വികാരമോ ഉപയോഗിക്കരുത്. വാഹനത്തിൽ സ്ഥാപിച്ചതോ അല്ലാത്തതോ ആയ ഉച്ചഭാഷിണികൾ രാത്രി 10 മണിക്കും രാവിലെ 6 ഇടയിൽ ഉപയോഗിക്കരുത്. മൈതാനം, ഹെലിപ്പാഡ് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ എല്ലാ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും നിഷ്പക്ഷമായി ലഭിക്കണം. ഓരോ വ്യക്തിയുടെയും സമാധാനപൂർണവും ശല്യരഹിതവുമായ ഗാർഹിക ജീവിതത്തിനുള്ള അവകാശത്തെ പൂർണ്ണമായും സംരക്ഷിക്കണം. 50,000 രൂപയിൽ കൂടുതലായ പണം, മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മറ്റ് സാമഗ്രികൾ സംബന്ധിച്ച് മതിയായ രേഖകൾ എല്ലാം യാത്രക്കാരും കൈവശം കരുതണം. നിശ്ചിത സാഹചര്യങ്ങളിൽ ഒഴികെ 2 ലക്ഷത്തിൽ അധികം രൂപ പണമായി ഒരു ദിവസം ഒരാൾക്കോ കമ്പനിക്കോ സ്ഥാപനത്തിനോ ബാങ്കിലോ നിന്ന് ലഭിക്കില്ല. ജാഥകൾ, വാഹന ഗതാഗതത്തെ തടസ്സപ്പെടുത്താതെ സജ്ജീകരിക്കണം. ജാഥകളുടെ റൂട്ട്, പുറപ്പെടുന്ന അവസാനിക്കുന്നതുമായ സമയം, സ്ഥലം മുൻകൂട്ടി നിശ്ചയിക്കാനും പോലീസ് അനുമതി വാങ്ങുകയും വേണം. വോട്ടർമാർക്ക് വിതരണം ചെയ്യുന്ന അനൌദ്യോഗികമായ തിരിച്ചറിയൽ സ്ലിപ്പ് പ്ലെയിൻ വെള്ളക്കടലാസിലായിരിക്കണം. ഇതിൽ ചിഹ്നമോ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പേരോ പാടില്ല. സാമ്പത്തികവും അല്ലാത്തതുമായ വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കുകയും വോട്ടർമാരുടെ ജാതി സമുദായ വികാരങ്ങൾ സ്വാധീനിക്കുന്ന വിധം അഭ്യർത്ഥനകളോ നടത്താൻ പാടില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളുടെയും അവരുടെ നേതാക്കളുടെയും പ്രതിനിധീകരിക്കുന്ന കോലം ചുമക്കുന്നതും അത്തരം കോലം പൊതുസ്ഥലത്ത് കത്തിക്കുന്നതും മറ്റു തരത്തിലുള്ള പ്രകടനങ്ങളും കുറ്റകരമാണ്. ഗതാഗതം നിയന്ത്രിക്കുന്നതിനും ക്രമസമാധാന പാലനത്തിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ പോലീസിനെ പ്രാപ്തരാക്കുന്നതിനായി പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഏതെങ്കിലും നിർദ്ദിഷ്ട മീറ്റിംഗ് സ്ഥലത്തേക്കോ അല്ലെങ്കിൽ സമയത്തെക്കുറിച്ചോ യഥാസമയം പ്രാദേശിക പോലീസ് അധികാരികളെ അറിയിക്കേണ്ടതാണ്. മീറ്റിംഗിനെ നിർദ്ദേശിച്ച സ്ഥലത്ത് ഏതെങ്കിലും നിയന്ത്രണമോ നിരോധന ഉത്തരവോ നിലവിലുണ്ടോ എന്നത് ഒരു പാർട്ടിയോ സ്ഥാനാർത്ഥിയോ മുൻകൂട്ടി പരിശോധിക്കുകയും വേണം. ഉച്ചഭാഷിണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതിയോ ലൈസൻസോ ലഭിക്കണമെങ്കിൽ പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻകൂട്ടി അപേക്ഷിച്ച് അത്തരം അനുമതിയോ ലൈസൻസോ ഒക്കെ തേടേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതു ഇടങ്ങളിൽ മീറ്റിംഗ് നടത്താൻ അനുമതി നൽകിയാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യം അവസരം നൽകണം. യോഗം അവസാനിച്ചാലുടൻ എല്ലാ പ്രചാരണ സാമഗ്രികളും സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യണം. നിലവിലുള്ള നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഉത്തരവുകൾ അനുസരിച്ചും മാത്രമാണ് യോഗങ്ങളും ഘോഷയാത്രകളും ഒക്കെ നടത്തുക. ലഘുലേഖകളും പോസ്റ്ററുകളും അച്ചടിക്കുമ്പോഴും പ്രസിദ്ധീകരിക്കപ്പെടുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രിന്റിംഗ് പ്രസ്സുകളുടെ പേരും അച്ചടിച്ച പകർപ്പിന്റെ എണ്ണവും രേഖപ്പെടുത്തുക. ലഘുലേഖകൾക്കും പോസ്റ്ററുകൾക്കും മുകളിൽ സ്ഥാനാർത്ഥിയുടെയും പ്രാസാദകന്റെയും പേരും വിലാസവും അച്ചടിക്കണം. സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ഹോർഡിങ്ങുകളുടെയും ബാനറുകളുടെയും വിശദാംശങ്ങൾ നിശ്ചിത ഫോറത്തിൽ റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കേണ്ടതാണ്. പ്രചാരണ വാഹനങ്ങളിലും വീഡിയോ ക്യാമ്പയിൻ വാഹനങ്ങളിലും ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെ മാത്രമായിരിക്കണം. ഇത്തരത്തിലാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.